പശ്ചിമബംഗാൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഉഗ്രപ്രതാപം കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നാൽ ഒരുത്തനെയും അതിർത്തിയിലൂടെ നുഴഞ്ഞു കയറാൻ അനുവദിക്കില്ല എന്നതായിരുന്നു ആദ്യത്തെ ഉഗ്രശാസനം. ഇപ്പോഴിതാ ലവ് ജിഹാദ്, ബഹുഭാര്യാത്വം എന്നിവ നിരോധിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞതിലൂടെ കേന്ദ്രം ഉറപ്പിച്ചു തന്നെയാണെന്ന് വ്യക്തമായി. തന്നെയുമല്ല, മറ്റൊന്നുകൂടി ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് അമിത്ഷാ. ബാബർ തകർത്ത രാമക്ഷേത്രം മോദിയുടെ നേതൃത്വത്തിൽ ഉയർന്നു. ഇനി രാജ്യത്ത് ഒരിടത്തും ബാബറി മസ്ജിദ് ഉയരില്ല എന്നുകൂടി പറഞ്ഞത് ആഭ്യന്തരം എന്താണ് എന്നും അത് പ്രാവർത്തികമാക്കാൻ ഒരു ആഭ്യന്തരമന്ത്രിക്ക് എത്രത്തോളം ചങ്കൂറ്റം ഉണ്ടാകണം എന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബിജെപി അധികാരത്തിൽ വന്നാൽ പശ്ചിമബംഗാളിൽ ലവ് ജിഹാദ്, ബഹുഭാര്യാത്വം എന്നിവ നിരോധിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മാൽഡ ജില്ലയിലെ മാണിക്ചക്കിൽ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബിജെപി അധികാരത്തിൽ വന്നാൽ ബംഗാളിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കും. നിലവിൽ ചിലർക്ക് ഒരേ സമയം 4 വിവാഹങ്ങൾ നടത്താൻ അനുവാദമുണ്ട്. ബിജെപി സർക്കാർ രൂപീകരിച്ചതിനു ശേഷം ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിലൂടെ ഈ സമ്പ്രദായം നിർത്തലാക്കും. ലവ് ജിഹാദ്, ലാൻഡ് ജിഹാദ് തുടങ്ങിയ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് പൂർണ്ണമായും നിർത്തലാക്കും. കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ നടന്ന അഴിമതി കേസുകളെ കുറിച്ച് അന്വേഷണം നടത്തും. രക്ഷപ്പെടുമെന്ന് ആരും കരുതരുത്. തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച് പുതിയ സർക്കാർ രൂപീകരിച്ച ശേഷം അഴിമതിയിൽ ഉൾപ്പെട്ട എല്ലാവരെയും ജയിലിൽ കയറ്റും. വോട്ടെടുപ്പിനിടെ സാമൂഹിക വിരുദ്ധർ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ കർശന നടപടി സ്വീകരിക്കും. അത്തരം ആളുകൾ പോളിംഗ് ദിവസം വീട്ടിൽ തന്നെ കഴിയണം, അല്ലെങ്കിൽ അനന്തര ഫലങ്ങൾ നേരിടേണ്ടി വരും. ബാബർ തകർത്ത രാമക്ഷേത്രം മോദിയുടെ നേതൃത്വത്തിൽ പുനർനിർമ്മിച്ചു. ഇനി രാജ്യത്ത് ഒരിടത്തും ബാബറി മസ്ജിദ് നിർമ്മിക്കാൻ അനുവദിക്കില്ല എന്ന് അമിത്ഷായുടെ വാക്കുകൾ. പശ്ചിമബംഗാൾ വിഭജിക്കാതെ തന്നെ ഗൂർഖ വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾക്ക് ഭരണഘടനാപരമായ പരിഹാരം കാണുമെന്ന് അമിത്ഷാ. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി ദക്ഷിണ ദിനാജ്പൂരിലെ ഗംഗാറാംപൂരിൽ നടന്ന റാലിയിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഗൂർഖാലാൻഡ് എന്ന പ്രത്യേക സംസ്ഥാന രൂപീകരണത്തെ പിന്തുണച്ചിരുന്ന ബംഗാൾ ബിജെപി നേതാക്കളുടെ മുൻ നിലപാടുകളിൽ നിന്നുള്ള മാറ്റമാണ് ഇവിടെ അമിത്ഷായുടെ പ്രസ്താവനയിലൂടെ വ്യക്തമാകുന്നത്. ഡാർജിലിംഗിലെ എന്റെ ഗൂർഖ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ബിജെപി അധികാരത്തിൽ വന്നാൽ മലയോര മേഖലയിൽ ഒരു ഇക്കോ അഡ്വഞ്ചർ ഹബ്ബ് വികസിപ്പിക്കുമെന്ന് മാത്രമല്ല, സംസ്ഥാനം വിഭജിക്കാതെ തന്നെ ഗൂർഖ പ്രശ്നത്തിന് ഭരണഘടനാപരമായ പരിഹാരം കാണുകയും ചെയ്യും. ഗൂർഖാലാൻഡ് ബിജെപിയുടെ അജണ്ടയിൽ ഇല്ല എന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിലും ആവർത്തിച്ചു. ഉത്തരബംഗാളിന്റെ വികസനത്തിന് ബിജെപി ലക്ഷ്യമിടുന്ന പദ്ധതികളും അദ്ദേഹം വിശദീകരിച്ചു. മേഖലയിൽ 4 വ്യവസായ പാർക്കുകൾ, ഒരു സെമി കണ്ടക്ടർ ഫാക്ടറി, 4 ഇൻഡസ്ട്രിയൽ ടൗൺഷിപ്പുകൾ എന്നിവ സ്ഥാപിക്കും. 2 മാസത്തിനുള്ളിൽ ഉത്തരബംഗാളിൽ എയിംസിന്റെ നിർമ്മാണം ആരംഭിക്കും. കൂടാതെ 600 കിടക്കകളുള്ള ക്യാൻസർ ആശുപത്രിയും നിർമ്മിക്കും. തേയിലത്തോട്ടം തൊഴിലാളികൾക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഉറപ്പാക്കും. ഗൂർഖ സ്വത്വം അംഗീകരിക്കുമെന്നും രാജ്വംശി ഭാഷ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുമെന്നും ബിജെപി പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നു. അഴിമതിയുടെ പേരിൽ തൃണമൂൽ കോൺഗ്രസിനെ അമിത്ഷാ രൂക്ഷമായി പരിഹസിച്ചിട്ടുമുണ്ട്. പ്രളയ ആശ്വാസത്തിന് കേന്ദ്രം നൽകിയ 100 കോടി രൂപ തൃണമൂൽ നേതാക്കൾ പോക്കറ്റിലാക്കിയെന്ന് അദ്ദേഹം ആരോപിച്ചു. എല്ലാ അഴിമതികൾക്കും ബിജെപി സർക്കാർ കണക്ക് ചോദിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹുമയൂൺ കബീറിനെ പുറത്താക്കിയ മമതാ ബാനർജിയുടെ നടപടി വെറും രാഷ്ട്രീയ തന്ത്രമാണെന്നും അമിത്ഷാ പറഞ്ഞു. ജനങ്ങളെ കബളിപ്പിക്കാനാണ് മമത കബീറിനെ പുറത്താക്കിയത്. കബീറിലൂടെ അവർ ബാബറി മസ്ജിദ് പണിയാൻ ശ്രമിക്കുകയാണ്. ബംഗാളിൽ ഒരു ബാബറി മസ്ജിദും നിർമ്മിക്കാൻ അനുവദിക്കില്ല. വനിതാ സംവരണ ബിൽ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും അമിത്ഷാ എക്സിൽ കുറിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.